ഇതാണ് കൂവക്കിഴങ്ങ്. ഇപ്പോൾ പറഞ്ഞില്ലേ കൂവ, ഇതിപ്പോൾ മണ്ണിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള കിഴങ്ങാണ്. ഇനി ഇതിൻ്റെ ഈ തോലൊക്കെ കളഞ്ഞ് നന്നായി വെള്ളത്തിൽ കഴുകി എന്നിട്ട് മിക്സിയിൽ അരച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ കൂടെ അതിനെ ഇങ്ങനെ തോർത്തുണ്ട് കൂടെ വെള്ളത്തിൽ കൂടെ അരിച്ചെടുക്കണം. എന്നിട്ട് അതിൽ ലാസ്റ്റ് അപ്പോൾ ഈ കൂവയുടെ പൊടി ആ വെള്ളത്തിൻ്റെ അടിയിൽ അടിഞ്ഞു നിൽക്കും. അത് നമ്മൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് ആ പൊടി എടുത്ത് ആ പൊടി ഉണക്കിയിട്ടാണ് നമ്മൾ കൂവപ്പൊടിയായി സൂക്ഷിക്കുക. അല്ലെങ്കിൽ ആ പൊടി എടുത്തിട്ടാണ് നമ്മൾ ഈ കൂവ പായസം അല്ലെങ്കിൽ കൂവ കൊണ്ടുള്ള ആയുർവേദത്തിലേക്കൊക്കെ കൂവപ്പൊടിയുടെ ആവശ്യം ഉണ്ടാവില്ല. അത് ഈ കൂവപ്പൊടി അതിൻ്റെ അടിയിൽ അടിഞ്ഞു കിടക്കണം. ആ കൂവപ്പൊടി എടുത്ത് ഉണക്കി ആണ് നമ്മൾ സൂക്ഷിച്ചെടുത്ത് വയ്ക്കുക. അതാണ് മരുന്നുകൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. ഇതിപ്പോൾ നമ്മൾ തിരുവാതിരയ്ക്ക് കൂവ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യണത്, നമ്മളിത് വേനൽക്കാലത്ത് കൂവ വെള്ളം കഴിക്കാനും അത് മരുന്നാണ്. യൂറിനറി ഇൻഫെക്ഷനൊക്കെ നല്ല മരുന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിലുള്ള കിഴങ്ങ് എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇവിടെ ഉണ്ടായ കിഴങ്ങിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ കാണിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് കാണിച്ചു തരാം. അതുപോലെ കൂവ ആരോറൂട്ട് കൂവപ്പൊടി ഉണ്ടാക്കുന്ന രീതി. കൂവ ആദ്യം പറിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലെല്ലാം കഴുകി ഇങ്ങനെ അതിനെ കഷ്ണങ്ങളാക്കി ആ കഷ്ണങ്ങളാക്കിയത് ഇങ്ങനെ മിക്സിയിൽ അടിച്ച് നന്നായി കുറേശ്ശെ വെള്ളം ഒഴിക്കാം. കൂവ എന്ന് പറഞ്ഞാൽ നിറയെ വെള്ളവും നിറയെ ഫൈബറും ഉള്ളൊരു വെജിറ്റബിളാണ്. അത് നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ അങ്ങനെ കഷ്ണങ്ങളാക്കി നന്നായി മിക്സിയിൽ കുറേശ്ശെ വെള്ളമേ വേണ്ടൂ. കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അടിച്ച് റെഡിയാക്കി അതിനെ ഇങ്ങനെ തോർത്തുണ്ട് കൂടെ ഇങ്ങനെ ഇതങ്ങനെ ഈരഴ തോർത്തുണ്ട് അങ്ങനത്തെ തോർത്തുണ്ട് കൂടെ ഇത് കലക്കി എന്നിട്ട് ഇതാ ഈ പാത്രത്തിലാണ് ഞാൻ കലക്കിയത്. അപ്പോൾ ഈ പാത്രത്തിൽ ഈ തോർത്തുണ്ട് മീതെ വെച്ച് അതിലതൊക്കെ കലക്കി എന്നിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞ് വെച്ച ചണ്ടിയാണത്. ഈ വെള്ളമാണ് ഇപ്പോൾ കൂവ പൊടി ഇതിൻ്റെ അടിയിൽ സെഡിമെൻ്റായിട്ട് ഊറി നിൽക്കും. അത് ഇനി ഇന്നിപ്പോൾ അത് രാത്രിയാണ് ചെയ്തത്. ഇനി നാളെ കാലത്ത് ഈ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് അടിയിലുള്ള ആ പൊടി എടുക്കും. ആ പൊടി എടുത്തിട്ട് നമ്മൾ അപ്പോഴും അതിൽ വെറ്റ്നെസ് ഉണ്ടാവും, ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അത് കളയാൻ നമ്മൾ എന്ത് ചെയ്യിച്ചാൽ അതേപോലെ തോർത്തുണ്ടിലേക്ക് ഈ തെളി മുഴുവനെ കളഞ്ഞിട്ട് ആ അടിയിലുള്ള ആ നൂറ് എന്നാണ് അതിന് പറയുക കൂവപ്പൊടി, അത് നമ്മൾ പൊടിയാവണമെന്ന് വെച്ചാൽ അതിന് ഉണങ്ങണം. ഇത് ഈ തോർത്തുണ്ടിലേക്ക് കെട്ടിയിട്ട് അതിലത്തെ എല്ലാ ജലാംശവും പോണവരെ അതിനെ ഇങ്ങനെ കെട്ടി തൂക്കി വയ്ക്കും. എന്നിട്ട് അതൊക്കെ ഒരു ദിവസം ഇപ്പം നാളെ കാലത്ത് വെച്ചാൽ നാളെ അതിലേക്കാക്കിയിട്ട് നാളെ കാലത്ത് ഞാൻ അതിനെ കെട്ടി തൂക്കണത് കാണിക്കാം. അപ്പം ഇത് കലക്കി വെച്ചതാണ്. ഇനി ഇതിന്ന് നമ്മൾ ആ 100 മാത്രം എടുത്തിട്ട് അങ്ങനെ കെട്ടി തൂക്കി വയ്ക്കും. ഒരു 5-6 മണിക്കൂർ അങ്ങനെ അത് കെട്ടി നമ്മളിങ്ങനെ തൂക്കി നിർത്തി അതിലത്തെ വെള്ളമൊക്കെ പോവും. അതിനെ നമ്മൾ തുറന്ന് ഇതേപോലെ വെയിലത്ത് വെച്ച് ഉണക്കി ഒരു നല്ല വെയിലുണ്ടെങ്കിൽ 4 ദിവസം വെയിൽ കൊണ്ടാൽ മതി, നമുക്ക് നല്ല കൂവപ്പൊടി കിട്ടും. കൂവപ്പൊടി വളരെ ഔഷധ ഗുണമുള്ളൊരു മെഡിസിൻ ആണെന്ന് തന്നെ പറയാം. നമ്മളത് തിരുവാതിര ഡിസംബറിൽ ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് നമുക്ക് ഒരു പ്രത്യേക ഭക്ഷണമായിട്ട് നമ്മൾ ഉപയോഗിക്കും. അല്ലാതെയും ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണ്. എല്ലാ ആയുർവേദ മരുന്നുകളിലും പലതിലും ഇതിൻ്റെ കൂട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് ഈ തെളി ഊറ്റിയിട്ട് അപ്പോൾ അത് ഞാൻ കലക്കി വെച്ചിരിക്കുക. ഈ തോർത്തുണ്ട് കൂടെ അത് അരച്ചതൊക്കെ ഒഴിച്ച് അതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ആ തെളി മാത്രം. ഇനി ഇത് കളഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ ആ കൂവപ്പൊടി ഉണ്ടായത് കാണിക്കാം. ഇതൊരു 5-6 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ആ തെളിയൊക്കെ കാണിച്ച തെളിയൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞ് ഇപ്പോൾ ഇതാണ് ആ കൂവപ്പൊടി. ഇതാണ് അടിയിൽ ഊറിക്കിടക്കുന്നത്. ഇനി ഇതിനെ ഇങ്ങനെ ഒരു തുണിയിലേക്കാക്കിയിട്ട് ഈ തുണി തുറന്ന് ഈ തുണിയിലേക്കാക്കിയിട്ട് അതിനെ ഒന്ന് തൂക്കി വയ്ക്കണം. ഞാൻ കാണിക്കാം. എന്നാൽ അതിലത്തെ മുഴുവൻ ജലാംശവും പോയി കിട്ടും. എന്നിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കണം. അതൊരു കഷ്ടി 2 കിലോ 2.5 കിലോ ഉണ്ടായിരുന്ന കൂവയാണ്.
അതിൽ നിന്നാണ് ഇത്ര. ഇത് എത്ര ഉണ്ടാവുമെന്ന് ഇനിയിപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഞാനിതാ ഈ ഇതുണ്ട്, ഇതാണ് സ്റ്റീൽ പ്ലേറ്റിൻ്റെ മീതെ ഇങ്ങനെ ഒരു തോർത്തുണ്ട് വെച്ചു, ഈരഴ തോർത്തുണ്ട്. അതിലാകുമ്പോൾ എന്നിട്ട് ഇതാ ഈ പാത്രത്തിൻ്റെ അടിയിലുണ്ടായിരുന്നത് ഇങ്ങനെ അതിലത്തെ വെള്ളം കൂറ്റിക്കളഞ്ഞ് ആ പാത്രത്തിൻ്റെ അടിയിലുണ്ടായിരുന്നത് ഇതിലേക്ക് ഇങ്ങനെ കോരിയിട്ടു. ഇനി ഇതിനെ നമുക്കൊന്ന് കെട്ടി തൂക്കി വെക്കണം. എന്നാൽ എന്തെന്ന് വെച്ചാൽ ഇതിലത്തെ ബാക്കി വെള്ളവും കൂടി പോയി കിട്ടും. ഒരു 2-2.5 കിലോ കൂവയുടെ 100ആണിത്. ഇതാണ് കൂവപ്പൊടി. ഇനി ഇതിനെ ഇപ്പോൾ ഇത് ആ പാത്രം കണ്ടു, പാത്രത്തിൽ നിന്ന് ആ അടിയിലുണ്ടായിരുന്നൊക്കെ എടുത്തിട്ട് ഈ തോർത്തുണ്ടിൽ ഇനിയിപ്പോൾ ഇതിനെ ഇങ്ങനെ കെട്ടി നിർത്തണം. ഇതാ വേഗം ഡ്രൈ ആവണതാണിത്. ഇനി ഇതിനെ നമുക്ക് തോർത്തുണ്ടിൽ കെട്ടി വെച്ചാൽ അതിലത്തെ ബാക്കി കുറച്ചും കൂടി വെള്ളമുണ്ട്, ആ വെള്ളം കൂടി ഡ്രോപ്പായിട്ട് പോയി കിട്ടും. എന്നിട്ട് വേണം വെയിലത്ത് നല്ല തോർത്തുണ്ടും നല്ല ഞാൻ കൂവ പിഴിയാൻ വേണ്ടിയിട്ട് വെച്ച തോർത്തുണ്ടാണ്. അപ്പോൾ അതിൽ തന്നെ ഇതാ അങ്ങനെ ഇതങ്ങനെ കെട്ടി വയ്ക്കും. അപ്പം അതിന്ന് ബാക്കിയൊക്കെ ഡ്രോപ്പായിട്ട് ബാക്കി വെള്ളം ഡ്രോപ്പായിട്ട് വീണ് കിട്ടും. അങ്ങനെ ഡ്രോപ്പായി വീഴുന്നുണ്ടോ, വെള്ളം വീഴുന്നുണ്ടോ പ്ലേറ്റിൽ കണ്ടു. അങ്ങനെ പഴയ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ നന്നായി അറിയും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മായമില്ലാത്ത കൂവപ്പൊടി ഉണ്ടാക്കാൻ നമുക്ക് കിഴങ്ങ് ഇനി വീട്ടിലില്ല വെച്ചാൽ കിഴങ്ങ് നമുക്ക് മേടിച്ച് ഇങ്ങനെയാണ് ചെയ്യാന്ന് കാണിച്ചതാണ്. അപ്പോൾ തോർത്തുണ്ടിൽ ഇങ്ങനെ ഒരു നാഴി 1.5 നാഴി പൊടി ഉണ്ടാവും, ഒരു 2-2.5 കിലോന്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ തൂക്കി വയ്ക്കാം, എന്നാലാണ് അതിലത്തെ വെള്ളമൊക്കെ പോവുള്ളൂ. ഒരു 5-6 മണിക്കൂർ തൂക്കി വെച്ചാൽ ഇങ്ങനെ വെള്ളമൊക്കെ പോകും. അപ്പോൾ നാളെയാണ് ഇനി നമുക്ക് ഇതിപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ അരച്ച് പിഴിഞ്ഞ് വെച്ചു. ഇനിയിപ്പോൾ ഇന്ന് മുഴുവൻ ഇങ്ങനെ തൂക്കി വയ്ക്കാം, ഇങ്ങനെ എവിടെയെങ്കിലും കെട്ടി തൂക്കി വയ്ക്കാം. നാളെ നമുക്ക് വെയിലത്ത് ഉണക്കാനിടാം. ഒരു ദിവസമോ 2 ദിവസമോ വെയിൽ കൊണ്ടാൽ മതി, പൊടി റെഡി ചെയ്യും. ഇതാണ് പണി. ഞാൻ അങ്ങനെ നമ്മൾ ഇതൊക്കെ കൈ തുടയ്ക്കാൻ തുണി വയ്ക്കണ അങ്ങനത്തെ ആ റോഡിൽ കെട്ടി തൂക്കി വെച്ചിരിക്കുക. ഇനി ഇതൊന്ന് ആ വെള്ളം പ്ലേറ്റിൽ കണ്ടു, അതൊക്കെ വെള്ളം ഇറ്റിയിട്ട് വീണതാണ്. അങ്ങനെ അതിലത്തെ വെള്ളം മുഴുവനെ ഒരു 5-6 മണിക്കൂർ കൊണ്ട് ആ വെള്ളം മുഴുവനെ അതിലേക്ക് വീഴും. അപ്പം നമുക്ക് നല്ല ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ പ്ലേറ്റിലത്തേക്ക് നല്ല ബട്ടർ പേപ്പറിൽ ഇത് നിരത്തി. പേപ്പർ ഉപയോഗിക്കരുത്, കാരണം പേപ്പറിൽ ആ കാർബണിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ പൊടി അതിൽ ഉണക്കാൻ വെക്കണത് നന്നല്ല. ഒന്നുകിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ അല്ലെങ്കിൽ തുണിയിൽ തന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലേറ്റിൽ. ഏറെ നല്ലത് ബട്ടർ പേപ്പർ ആകുമ്പോൾ ഒട്ടും അതിൽ പിടിക്കില്ല. ഇതിലേക്ക് നമ്മൾ ഇതിലിങ്ങനെ പരത്തി ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ബട്ടർ പേപ്പർ വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നല്ല പൊടി കിട്ടും. അങ്ങനെയാണ് ചെയ്യുക. അത് കാണിക്കാൻ ഞാൻ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കെട്ടി വെച്ചതാണ്. ഇതാണ് അതിൻ്റെ സ്ഥിതി. ഇനി ഇത് നമുക്കിതങ്ങനെ ബട്ടർ പേപ്പറിൽ ഇട്ടിട്ട് വെയിലത്ത് ഉണക്കാൻ വെക്കണം. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഊറിപ്പോയി. കണ്ടോ, ആ വെള്ളമൊക്കെ ഇങ്ങനെ ഇറ്റി ഇതായിപ്പോയി. ഇതൊരു പൗഡർ പരുവായിട്ടുണ്ട് വെള്ളം ഉണങ്ങിയിട്ട്. ഇനി ഇതിനെ ശരിക്കും നല്ലോണം ഉണക്കാൻ അതിന് ഇത് നമ്മളെടുത്ത് ഇതിലേക്ക് എടുത്തിട്ട് കൈകൊണ്ട് ഇതിനെ ഉടച്ച് പൊടിയാക്കണം. ഒരു 2.5 കിലോ കിഴങ്ങിൻ്റെ പൊടിയത് കേട്ടോ.
കഷ്ടി ഒരു നാഴിപ്പൊടിയിലധികം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെ ചെറിയൊരു ഫാമിലിക്ക് നമുക്കിപ്പോൾ ഒരു തിരുവാതിര നോൽക്കാനാണ്. പക്ഷെ ഇത് ഒരു ഔഷധ ഗുണമുള്ളൊരു പൊടിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അല്ല, ഇവിടെ ഉണ്ടായ കൊണ്ടുണ്ടാക്കിയ പൊടി കേട്ടോ. അപ്പം അതുകൊണ്ടത് കിട്ടിയത് എത്രയും ഒട്ടും ഇതങ്ങനെ നല്ല സ്മൂത്ത് പൗഡറാണ്. ഇനി ഇതിനെ ഒന്നും കൂടി കട്ട ഉടച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. ഇങ്ങനെയാണ് ആ കൂവപ്പൊടി, ആരോറൂട്ട് പൗഡർ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അത് കാണിക്കാൻ നമ്മുടെ കൂവപ്പൊടി ഉണങ്ങാൻ വേണ്ടി വെച്ചത് പൊടിയായിട്ട്. അപ്പം ഒരുമാതിരി നന്നായി ഉണങ്ങിയിരുന്നു. ഇനി ഇതിന് നമുക്ക് കഷ്ടി 2.5 കിലോന് കഷ്ടി ഒരു 1.5 നാഴിപ്പൊടിയുണ്ട്. നല്ല ഫ്രഷ് പൊടി. വെയിലത്ത് വെച്ചിരിക്കുക. വെയിലിൻ്റെ ഷെയ്ഡാണ് കേട്ടോ.